അതിർത്തിയിൽ സംഘർഷാവസ്ഥയുണ്ടായിരുന്നപ്പോൾ വളരെയധികം ആശങ്കാജനകമായാണ് നമ്മളത് നോക്കിക്കണ്ടത്. പക്ഷേ അതിർത്തിയിലെ ചില മനോഹര കാഴ്ചകൾ കൂടിയുണ്ട്. ജമ്മു സെക്ടറിലെ പൂഞ്ച് രജൌരി മേഖലകളെ കശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന പാതയാണ് മുഗൾ റോഡ്. പർവ്വതനിരകൾക്കിടയിലൂടെയുള്ള റോഡ് പരിപാലിക്കുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ്. കാണാം മനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്ന മുഗൾ റോഡിലെ യാത്രാവിശേഷങ്ങൾ. ഈ യാത്ര മുഗൾ റോഡിലൂടെയാണ്. ജമ്മുവിലെ രജൌരി, പൂഞ്ച് മേഖലകളിൽ നിന്ന് ശ്രീനഗറിലെത്താനായി സമയവും ദൂരവും ലാഭിക്കാനായി പണിതീർത്ത ലിങ്ക് റോഡാണ്. അതല്ലെങ്കിൽ ജിഷ്ണു, ജമ്മു വഴി വേണമായിരുന്നു യാത്ര അല്ലെ, പരമ്പരാഗത പാത എന്ന് പറയുന്നത്. അത് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക്, ഇപ്പോൾ പൂഞ്ച് രജൌരി മേഖലയിൽ നിന്ന് ജമ്മു വഴി തിരിച്ചുപോയി ശ്രീനഗറിലേക്ക്, കശ്മീർ താഴ്വരയിലേക്ക് ഇപ്പോൾ ഇത് പൂഞ്ചിൽ നിന്ന് രജൌരിയിൽ നിന്നും വന്നാലും താനാമണ്ഡിയിൽ വന്ന് താനാമണ്ഡിയിൽ നിന്ന് ബഫ്ലിയാസ് എന്ന് പറയുന്ന കുഞ്ഞു പട്ടണത്തിലെത്തും. ബഫ്ലിയാസിൽ നിന്ന് ഷോപ്പിയാൻ വരെയാണ് ഈ മുഗൾ പാത പോകുന്നത്. ഷോപ്പിയാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശ്രീനഗറിലേക്കുള്ള പതിവ് പാതയിലേക്ക് ഇത് ചേരുകയാണ് അല്ലെ, ഷോപ്പിയാന് ശേഷം. ബഫ്ലിയാസ്, ഡോഗ്രെ, ചണ്ഡിമാർ, ഗോദാവൻ ആ പ്രദേശങ്ങളിലൂടെ കടന്നുപോയിട്ട്, അതായത് കൃത്യമായി കാലഘട്ടങ്ങളിൽ ചരക്ക് നീക്കം, കൂടാതെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഇടയന്മാരുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് അവരുടെ കുടിയേറ്റം ഉണ്ടല്ലോ. ഈ വിന്റർ കാലങ്ങളിൽ കശ്മീർ താഴ്വരയിൽ നിന്ന് തിരിച്ചു മുകളിലേക്ക് വരുന്നതും, ഒപ്പം സമ്മർ കാലഘട്ടത്തിൽ കശ്മീർ താഴ്വരയിലേക്കുള്ള യാത്ര, അതിനുവേണ്ടിയും മുൻപ് ഈ ഒരു പാതയായിരുന്നു ഉപയോഗിച്ചത്. പിന്നീടാണത് കാലം കഴിയും തോറുമാണ് വളരെ കൃത്യമായി ഗതാഗത യോഗ്യമാക്കിക്കൊണ്ട് കൃത്യമായി നവീകരണം. ഇപ്പോൾ പലയിടങ്ങളിലും മണ്ണ് വീട് തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥ, കഴിഞ്ഞ മഴക്കാലത്ത് മണ്ണ് വീട് തടസ്സപ്പെട്ട അവസ്ഥയുണ്ട്. 1950 ഇതിന്റെ പണി ആരംഭിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്തത്. പക്ഷേ 6 പതിറ്റാണ്ടോളം എത്തും മുഗൾ റോഡ് തുറന്നു എന്ന് പ്രഖ്യാപിക്കാനായി. 2010 മറ്റുമാണ് അത് പ്രഖ്യാപിക്കുന്നത്. മലയിടിച്ചിൽ, ഇപ്പോൾ ജിഷ്ണു പറഞ്ഞ പോലെ മലയിടിച്ചിൽ തന്നെയായിരുന്നു ഏറ്റവും വലിയ ഭീഷണി. 2 വിന്റർ സമയത്ത്, ശീതകാലത്ത് അതുപോലെ തന്നെ മഞ്ഞുവീഴ്ച ഈ റോഡിന് തടസ്സമാകാറുണ്ട്. ഈ മേഖല മഞ്ഞുവീഴ്ച ധാരാളമുള്ളതാണ്. സൈഡിലെ വീടുകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടു. അതിൽ കൂര മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഒഴുകി പോകത്തക്കവണ്ണം ആണ് വീടുകൾ പണിതിരിക്കുന്നത്. ദുർഘടമായിരുന്നു ഒരു സമയത്ത് യാത്ര. പക്ഷേ അത് ഇപ്പോൾ വാഹനങ്ങൾക്ക് വേഗത്തിൽ സമയം കുറച്ചെടുത്ത് ശ്രീനഗറിലെത്താനുള്ള വിധം പരിഷ്കരിച്ച് വികസിപ്പിച്ചിരിക്കുകയാണ്. ജിഷ്ണു, കനത്ത മഞ്ഞുവീഴ്ച റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ദിവസങ്ങളോളം, കഴിഞ്ഞ ഓരോ സീസണുകളിലും ദിവസങ്ങളോളം മുഗൾ പാത അടച്ചിട്ടിരുന്നു. അപ്പം ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മുൻപ് മുഗൾ ഭരണകാലത്ത് തന്നെ, അക്ബർ ചക്രവർത്തിയുടെ കാലത്താണ് ഈ താഴ്വര പിടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാതയുടെ സാധ്യത കണ്ടെത്തുന്നത്. അന്നു മുതൽ തന്നെ ഈ ഒരു പാത, അതായത് മലമുകളിലൂടെയുള്ള പാത ഉണ്ടായിരുന്നു. പിന്നീട് മുഗൾ രാജവംശത്തിന് ശേഷം ഈ ഒരു പാത വികസിപ്പിച്ചെടുക്കാൻ ഓരോ കാലഘട്ടങ്ങളിലും പ്രവർത്തനങ്ങൾ നടന്നു. നിലവിൽ സാഹചര്യത്തിലൊന്ന് ഈ പൂഞ്ച് രജൌരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് കശ്മീർ താഴ്വരയിലേക്കുള്ള ഗതാഗതം വളരെ കൃത്യമായി സുഗമമാക്കുന്നു. ഒപ്പം തന്നെ സൈനിക നീക്കം, ഭാരതത്തിൻ്റെ പ്രതിരോധ നടപടികളുടെ ഭാഗമായുള്ള സൈനിക നീക്കത്തിനും പൂഞ്ച് രജൌരി, കശ്മീർ താഴ്വര ഇവ ബന്ധിപ്പിക്കുന്നതിനും കൂടെ മുഗൾ റോഡ് വളരെയധികം ഉപയോഗപ്രദമാണ്. പക്ഷേ ഒറ്റ പ്രശ്നമെന്നുള്ളത്, നേരത്തെ പ്രദീപ് ചൂണ്ടിക്കാട്ടിയതുപോലെ, കനത്ത മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആ യാത്ര നിലയ്ക്കും. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി സ്തംഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും അല്ലേ ജിഷ്ണു? കാര്യം അങ്ങനെ ആ അർത്ഥത്തിലാണെങ്കിൽ വേനൽക്കാല പാതയെന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റുമോ? മറ്റൊന്ന്, ഈ റോഡിന്റെ പണി, ഈ പറയുന്ന പദ്ധതി പൂർണ്ണമാക്കാൻ ഇത്രയും വർഷം എടുത്തതിനൊരു വലിയ തടസ്സമായി നിന്നത് തീവ്രവാദ ഭീഷണി തന്നെയായിരുന്നു. കാലാകാലങ്ങളിൽ ഇവിടെ ഭീകരവാദികളുടെ അവർക്ക് പെട്ടെന്ന് വന്ന് ഒളിച്ചിരിക്കാനും കടന്നു വരാനും പറ്റുന്ന രീതിയിലുള്ള താഴ്വാരങ്ങളും മലനിരകളുമാണ് ഇത്. അപ്പോൾ തീവ്രവാദ ഭീഷണിയും തീവ്രവാദ ശല്യവും ഈ റോഡിന്റെ പണി പൂർത്തീകരണത്തിന് വലിയ തടസ്സമായി പല കാലഘട്ടങ്ങളിലും നീങ്ങുന്നു എന്നുള്ളതാണ്. അതിന്റെ മറുവശം എന്ന് പറയുന്നതാണ് ജിഷ്ണു ചൂണ്ടിക്കാട്ടിയത്. ഈ റോഡിന്റെ സവിശേഷതയായി ഇവിടുത്തെ ഏറ്റവും
അധികം നമ്മളോട് പറയുന്നത് ഈ മാർഗത്തിൻ്റെ ഭംഗിയാണ്. ഈ വഴിയിലൂടെയുള്ള യാത്ര, ചുറ്റും കാണുന്ന കാഴ്ചകൾ പ്രകൃതി രമണീയം എന്നൊക്കെ വെറുതെ പറഞ്ഞാൽ പോരാ. താഴ്വാരവും അതിനപ്പുറം വലിയ മലനിരകളും, അത് പച്ചപ്പ് നിറഞ്ഞ മലനിരകളും, അതിനു മുകളിൽ മഞ്ഞുള്ളപ്പോൾ മഞ്ഞ് പുതച്ചു നിൽക്കുന്ന ഹിമവാന്റെ കാഴ്ചകളുമൊക്കെ മനോഹരമാക്കുന്നു മുഗൾ റോഡിലൂടെയുള്ള ഈ യാത്രയെ. അതുകൊണ്ട് തന്നെ നിലവിൽ വലിയ വിനോദസഞ്ചാരികൾ തിരഞ്ഞെടുക്കുന്ന ഒരു പാത കൂടിയാണ് മുഗൾ റോഡ്. അതായത് പൂഞ്ച് രജൗരി വലിയ കാണാൻ മനോഹരമായിട്ടുള്ള താഴ്വരയാണെങ്കിലും അവിടേക്ക് ഈ വിനോദസഞ്ചാരികളുടെ ഒഴുക്കത്ര ശക്തമല്ല. കാരണം പല പ്രശ്നങ്ങളാണ്. ഒന്ന്, ഈ ഭീകരവാദ പ്രശ്നങ്ങൾ, പാകിസ്ഥാനിൽ നിന്ന് നേരിട്ടുള്ള പ്രകോപനങ്ങൾ. എങ്കിൽ പോലും ഈ ഒരു വഴി, നേരത്തെ പ്രദീപുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ, ഈ ഒരു വഴിയുടെ മനോഹാരിത ആസ്വദിക്കുന്നതിന് വേണ്ടി നിലവിൽ ഇപ്പോൾ വലിയ രീതിയിൽ വിനോദസഞ്ചാരികൾ ഈ പാത ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റോഡ് നിർമ്മാണം നടക്കുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തിയിട്ടുള്ളതും ഈ ഭീകരവാദികളാണ്. നേരത്തെ ഈ റോഡുമായി ബന്ധപ്പെട്ട ബാഫ്ലിയാസ് പാലം ഭീകരവാദികൾ തകർത്തുകൊണ്ട് ഇതിൻ്റെ നിർമ്മാണം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു.